അടുത്ത പ്രതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും സംസാരിച്ചു കഴിഞ്ഞു. ബി മണികണ്ഠൻ ഇപ്പോൾ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ശിക്ഷാവിധിയെക്കുറിച്ച് പറയുകയാണ്. താഴ്മയായി അപേക്ഷിക്കുകയാണ്, നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണം എന്നാണ് മാർട്ടിൻ ആന്റണി പറഞ്ഞത്. കോടതിയിൽ വൈകാരികമായ രംഗങ്ങളാണ് ഈ ശിക്ഷാവിധിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം അലി അക്ബർ ഷായും തുടരുന്നുണ്ട്. അലി അക്ബർ ഷാ, പ്രാഥമികമായി തന്നെ ചില മുന്നറിയിപ്പുകൾ കോടതി നൽകിയിട്ടുണ്ട്. പ്രതികൾ ഇപ്പോൾ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയാണ്. സുജയ, തീർച്ചയായും ഇപ്പോൾ ഒന്നും രണ്ടും പ്രതികൾ ഇപ്പോഴത്തെ ബി മണികണ്ഠനും തന്റെ ഭാഗം വിശദീകരിക്കുകയാണ്. ആദ്യമായി പ്രതികൾക്ക് പറയാനുള്ളതാണ് കേൾക്കുന്നത്. പൾസർ സുനി നേരത്തെ പറഞ്ഞതുപോലെ, മുൻപും ആവർത്തിച്ചതുപോലെ പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട്, അമ്മ മാത്രമാണുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായും കോടതിയോട് പറഞ്ഞത്. സമാനമായ രീതിയിൽ ബാക്കിയുള്ളവരും കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. വീട്ടിൽ പ്രായമായവർ, വാർദ്ധക്യ സഹജമായ രോഗമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ചെയ്ത് നൽകണമെന്നതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതുപോലെ ഇപ്പോൾ മണികണ്ഠൻ പറയുന്നത് മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല, ഇവരാരുമായും താൻ കൂടിയിരുന്ന് സംസാരിച്ചിട്ടില്ല എന്നതാണ് മണികണ്ഠൻ പറയുന്നത്. ആ നിലയിൽ പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇതിനുശേഷം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഈ 6 പ്രതികൾക്കും ജീവപര്യന്തം തന്നെ നൽകണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇതിൽ ഏതെല്ലാം പ്രതികൾക്ക് ജീവപര്യന്തം ലഭിക്കും, ഏതെങ്കിലും പ്രതികൾക്ക് ജീവപര്യന്തം നൽകുമോ അതോ 20 വർഷത്തിലേക്ക് അത് മാറുമോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രതികൾ വിശദീകരിക്കുന്നത് മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല, ആരുമായും താൻ കൂടിയിരുന്ന്, അതായത് കൂട്ടുപ്രതികളായി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട മറ്റാരുമായും കൂടിയിരുന്ന് സംസാരിച്ചിട്ടില്ല എന്നും പറയുകയാണ് ബി മണികണ്ഠൻ. സുജയ, തീർച്ചയായും ഓരോ പ്രതികളും അവർ ഏത് രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇത്ര വർഷം ജയിൽവാസം ഇതിനോടകം അനുഭവിച്ചു, തങ്ങളെ ജയിൽ മോചിതരാക്കണമെന്ന ആവശ്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മണികണ്ഠൻ ഇത് പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ സമാനമായ രീതിയിലായിരുന്നു തൊട്ടു മുൻപ് ഈ പ്രതികൾ ഓരോരുത്തരും പറഞ്ഞു വെച്ചത്. സുനി ഉൾപ്പെടെ ഓരോരുത്തരും പറയുന്നത് തങ്ങൾ ഈ കുറ്റകൃത്യത്തിൽ നിന്നും ശിക്ഷയിൽ ഇളവ് നൽകണം, ജീവപര്യന്തം നൽകരുത്, അല്ലെങ്കിൽ പരമാവധി. മണികണ്ഠൻ പറയുന്നു, ഭാര്യയും 9ഉം 2.5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും മാത്രമാണുള്ളത്, അവർക്ക് ഏക ആശ്രയം താൻ മാത്രമാണ് എന്നതാണ് ഇപ്പോൾ മണികണ്ഠൻ പറയുന്നത്. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് കുറ്റവാളികളെന്ന് കണ്ടെത്തിയ ഓരോരുത്തരും തങ്ങളുടെ കുടുംബം പോറ്റുന്നത് തങ്ങളാണ് എന്നത് കോടതിക്ക് മുന്നിൽ പറയുകയാണ്. ശിക്ഷാവിധിയിൽ പരമാവധി ഇളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ തങ്ങളുടെ അവസ്ഥ പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ലേബി സജീന്ദ്രനുമുണ്ട്. ലേബി സജീന്ദ്രൻ, ഇപ്പോൾ 3ാമത്തെ പ്രതി, അതിൽ 9ഉം 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയുന്ന മണികണ്ഠൻ കുഞ്ഞിനെ ഇടത്തെ ഒക്കത്ത് എടുത്തുകൊണ്ട് കടന്നു പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു, അല്ലേ ലേബി? അതെ, വളരെ നാടകീയമായി തന്നെയാണ് സുജയ ഇങ്ങോട്ട് പ്രതി മണികണ്ഠൻ പ്രവേശിച്ചത്. കുഞ്ഞിനെ ഒക്കത്ത് പിടിച്ചുകൊണ്ടാണ് കോടതി മുറിക്കുള്ളിലേക്ക് കയറിയത്. ഭാര്യയും 9 വയസ്സുള്ള മകളും 2.5 വയസ്സുള്ള മകനും മാത്രമാണ് തനിക്കുള്ളത്. അവർക്ക് മറ്റാശ്രയമില്ല എന്നാണ് കോടതിയെ ഇപ്പോൾ ധരിപ്പിച്ചിരിക്കുന്നത്. കൈ കരഞ്ഞുകൊണ്ടാണ് കോടതി പ്രതിക്കൂടിനുള്ളിൽ നിന്നത്. അതെല്ലാം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ സാദരൊക്കെ കോടതി മുറി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് തന്റെ മേൽ അലിവ് തോന്നണം, അതുപോലെ തന്നെ എന്നോടും കുടുംബത്തോടും കോടതിക്ക് അല്പമെങ്കിലും ദയവ് തോന്നണം എന്ന് കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ 3 പേരുടെ ഭാഗം കഴിഞ്ഞു. 1ാം പ്രതി NS സുനിൽ എന്ന പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ എന്നിവർ കോടതിയുടെ മുന്നിൽ തങ്ങളുടെ അവസ്ഥ ബോധിപ്പിച്ചു കഴിഞ്ഞു. അടുത്തത് VP വിജീഷിന്റെ ഊഴമാണ്. വിജീഷും ജഡ്ജിക്ക് മുന്നിലേക്ക് വരികയാണ്. നമുക്കൊപ്പം സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ ദേവസ്യ, 3 പേർ പറഞ്ഞു കഴിഞ്ഞു. 3 പേരും തങ്ങളുടെ കുടുംബം പുലർത്തുന്നത് തങ്ങളാണ്, വീട്ടിൽ മറ്റാരുമില്ല ആശ്രയമായി എന്നതാണ് പറയുന്നത്. അടുത്തത് വിജീഷിന്റെ ഊഴമാണ്. കോടതിക്ക് അനുകമ്പ തോന്നി ശിക്ഷായിളവ് കിട്ടുമോ എന്ന് പ്രതികൾ അവസാനമായി പറഞ്ഞു നോക്കുകയാണല്ലേ സജോ? സുജയ, അത് തന്നെയാണ്. അതായത് ഈ പരമാവധി ശിക്ഷ എന്ന സാധ്യതയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തെങ്കിലുമൊക്കെ ഇളവുകൾ ലഭ്യമാവുക എന്നൊരു സാധ്യതയാണ് അവർ പരമാവധി പരിശ്രമിക്കുന്നത്. അതായത് വിചാരണ തടവുകാരായി ഇരിക്കുമ്പോൾ തന്നെ 7 വർഷവും 8 വർഷവും ഒക്കെ ജയിലിൽ കഴിഞ്ഞവരുണ്ട്. അതുകൂടി പരിഗണിച്ചുള്ള ഇളവിലേക്ക് പോകണം എന്ന ഒരു അഭ്യർത്ഥന അവർ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു ഇളവിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞ് ശിക്ഷ പരമാവധി കുറച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നവർ പരിശ്രമിക്കുകയാണ്. വിജീഷ് വരുന്നു. വിജീഷിന്റെ ഭാഗം പറയുകയാണ്, കുറഞ്ഞ ശിക്ഷ നൽകണം, നാട് പറയുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ വൈകാരികമായ ഭാഗങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒരു ഇളവ് തേടാൻ കഴിയുമോ എന്ന പരിശ്രമം ചോദിക്കുന്നു. അതോടൊപ്പം ജയിൽ എന്ന ആവശ്യം പോലും VP വിജീഷ് മുന്നോട്ട് വെക്കുകയാണ്. തലശ്ശേരിയിലാണ് വീട്, കണ്ണൂർ ജയിലിൽ അയക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് സന്ദർശിക്കാനും മറ്റും അവിടെ സാധ്യതയുണ്ട് എന്ന മട്ടിലാണ്. അങ്ങനെ ഓരോ പ്രതികൾക്കും ഓരോ ആവശ്യമാണ് അവർ കോടതിയുടെ മുന്നിൽ വെക്കുക. അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യത, അതൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ്. ഈ കാര്യങ്ങൾ എല്ലാ പ്രതികളെയും കേൾക്കുക എന്ന സ്വാഭാവികമായ ഒരു നീതി എന്നത് കോടതി ഇക്കാര്യത്തിൽ ചെയ്യുന്നു എന്നാണ്. ആ ഒരു ആവശ്യം മാത്രമാണ് വിജീഷ് മുന്നോട്ട് വെച്ചത്. കണ്ണൂർ
ജയിലിൽ അയക്കണം, തലശ്ശേരിക്കാരനായതുകൊണ്ട് കണ്ണൂർ ജയിലിൽ അവിടെ ശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത ഒരുക്കണം എന്ന അഭ്യർത്ഥന കോടതിക്ക് മുന്നിൽ വെച്ചു. പിന്നീട് സലീമാണ് വരുന്നത്. ഇങ്ങനെ ഈ പ്രതികളെല്ലാം വൈകാരിക വശങ്ങൾ പറയുന്നു. കുടുംബത്തിന്റെ ആശ്രയം, ഏക ആശ്രയം തങ്ങളാണെന്ന മട്ടിൽ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ജയിൽ ആവശ്യം മുന്നോട്ട് വെച്ച വിജീഷ് എന്ന പ്രതിയാണ്. അങ്ങനെ പ്രതികൾക്കെല്ലാം അവർക്ക് പറയാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത്. അവർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുക, സ്വാഭാവികമായും കുറ്റമൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ ആരുമില്ല, തങ്ങൾ മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം, അതുകൊണ്ട് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണം എന്നിങ്ങനെ ആവർത്തിച്ച് പറയാൻ പ്രതികൾ സ്വാഭാവികമായും ശ്രമിക്കും. എന്തെങ്കിലും ഒരു ഇളവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ലഭ്യമാകുമോ എന്ന് നോക്കാനുള്ള അവസാനഘട്ട പരിശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ച്, അതായത് പ്രതിക്കൂട്ടിൽ നിന്നല്ല ജഡ്ജിക്ക് അടുത്തേക്ക് ചെന്ന്, അതായത് കുറച്ചധികം അകലമുള്ളതുകൊണ്ട് തന്നെ പറയുന്ന കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ടാകും. ഈ വ്യക്തതക്കുറവ് ഒഴിവാക്കാനാണ് അടുത്തേക്ക് വിളിക്കുന്നത്. അതിനുശേഷം അവരുടെ ഭാഗം പറയാം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ വെക്കാം. അതിൽ സലീം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഭാര്യയും 1 വയസ്സുള്ള മകളുമുണ്ട്, ആ കാര്യം പരിഗണിക്കണം. ആ കാര്യം പരിഗണിച്ച് കോടതി ദയവ് തോന്നണം, അലിവ് തോന്നണം, അങ്ങനെ ആ കാര്യം ഒരു ശിക്ഷാ ഇളവിന് പരിഗണിക്കണം. സാധാരണഗതിയിൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും പ്രതികളുടെ സാഹചര്യം അവർ തിരുത്താനുള്ള, ജയിൽ എന്നത് ഒരു കറക്ഷണൽ പ്രോസസ് എന്ന നിലയ്ക്കാണ് കോടതി എല്ലായ്പ്പോഴും പരിഗണിക്കുക. അതാണെങ്കിൽ ശിക്ഷ, അതാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ശിക്ഷയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള അന്തിമ തീരുമാനം, ആ റിവ്യൂ, ഈ ഇത്തരം കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് കോടതികൾ എടുക്കാറുള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം.